ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു. അവളുടെ മനസ്സറിഞ്ഞപ്പോഴാ നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത്. ഇതെന്താ കാറ്റ് പോയോ? നീ എന്തോന്നും മിണ്ടാത്തെ? എന്തു പറ്റി? നീ എന്തിനാ കരയണേ? നീ വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ? പിന്നെ എന്തിനാ ഇങ്ങനെ കഴുതപ്പല കരയണേ? സന്തോഷം കൊണ്ട്. ഓ, ആനന്ദാശ്രമാണല്ലേ. കരഞ്ഞോളൂ കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ. വിരോധമില്ലെങ്കിൽ ഒരു ഉമ്മ ഇവിടെയും ആകാം. പരസ്പരം അറിയണ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം അതിന്റെ രീതിയിലും മര്യാദയിലും തന്നെ വേണം, അല്ലേ ഗോപാല? ഒക്കെ എന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. വല്ലാത്ത പിടിവാശിയാ ഇവന്. മനസ്സിലൊന്ന് ഇഷ്ടപ്പെട്ട അത് കിട്ടിയേ പറ്റുള്ളൂ. കൊച്ചുനാളിലെയുള്ള സ്വഭാവം അത്. ആഗ്രഹം പറഞ്ഞപ്പം ആദ്യം ഞാൻ ഇവനെ എതിർത്തു. പണവും പ്രതാപവും മാത്രം നോക്കിയാ പോരല്ലോ. പഠിത്തവും കുറവ് മാത്രവുമല്ല, സന്ധ്യയേക്കാൾ 11 വയസ്സിന്റെ മൂപ്പുണ്ടവനെ. ഈ വയസ്സിൽ എന്തിരിക്കുന്നു? ആ കണക്കിന് ഞാനും എന്റെ ഭാര്യയായിട്ട് 19 വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെയൊക്കെ നോക്കുമ്പം ഞാനും ഇവളും തമ്മിലോ? വയസ്സിന്റെ ചേർച്ചയല്ലല്ലോ, മനസ്സിന്റെ ചേർച്ചയാ നോക്കേണ്ടത്. സന്ധ്യമാണ് ഇവിടെ അകത്തുണ്ട്. അല്ല, നേരത്തെ അറിയുന്നവരാണെങ്കിലും കയ്യാളപ്പെണ്ണാവുമ്പോ അതിൻ്റെതായ ചില നാളങ്ങളൊക്കെ കാണും. ചെവി കേൾക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ മനസ്സറിയാം. ഇഷ്ടില്ലെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാം. എന്താ പറയണ്ടേന്ന് വെച്ചാ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇത്രയും കാലായിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോ ലജ്ജ. സന്ധ്യമോൾക്ക് മനുസാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. അല്ല അല്ല, എന്തത്ര സംസാരിക്കാൻ? അതൊക്കെ നേരത്തെ സംസാരിച്ചു ഉറപ്പിച്ച കാര്യം. നമ്മുടെ കാലമല്ലല്ലോ ഇത്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അങ്ങനെ ഒരു ചടങ്ങുണ്ടാവും. ചെല്ലേ പോയി സംസാരിച്ചു വാ. അവരൊന്നിച്ച് കഴിയേണ്ടവരല്ലേ, സംസാരിച്ചു വരട്ടെ അല്ലേ? ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇഷ്ടമല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ. ഒരാളെ സ്നേഹിച്ചു പോയി. ഈ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന കള്ളൻ അയാളിപ്പോ. പക്ഷെ വെറുക്കാൻ പറ്റണില്ല. ശ്രീധരക്കടയെ കൊണ്ട് നോക്കിച്ചതാ, അത് മംഗളമായിരിക്കും. നമുക്ക് പോകാം. എന്താണ് എന്ത് പറ്റി? പോകാമെന്നല്ലേ പറഞ്ഞത്? അല്ല മനു, മകളെ, അല്ല മനു, ഒന്ന് നിന്നേ. അഹങ്കാരം പിടിച്ചവളെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപടി. കൊല്ലുകളെ ഞാൻ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ലാളിച്ചു പോച്ചു വളർത്തിയപ്പോ എന്റെ മാനം കെടുത്ത് ഇറങ്ങിയിരിക്കുന്നു. കൊല്ലു ഞാൻ ഈ പൊട്ടിച്ച്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താ. കണ്ട രണ്ടുകളെ കൊണ്ട് ഇത് ഞാൻ തീറ്റിക്കൂല. എന്നെ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റ അമ്മയെ മോള് ഇവിടുന്ന്. പക്വതക്കുറവുകൊണ്ട് അവളെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി താനിങ്ങനെ കള്ളും കുടിച്ച് വാശി കുടിച്ചാലെങ്ങനെയാടോ? അതെ, വാശിയാ, വാശി. എനിക്ക് അവളെ വേണം. എന്ത് വില കൊടുത്തു? വാങ്ങാടോ, വില കൊടുക്കാതെ തന്നെ വാങ്ങിച്ചു തരാം. എന്താ പോരെ? താനിപ്പോ വീട്ടിലേക്ക് പോ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? വീട്ടിലേക്ക് പോവാൻ. പോകാം. ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. മീറ്റ് മിസ് മുരളി. ദൂതുമായി ചെന്നവൻ കാമുകനായ കഥ പറഞ്ഞപ്പോൾ വ്യക്തിയെ പരിചയപ്പെടണമെന്ന് ഇവനൊരു മോഹം. ഹൗ ഈസ് ഹി? സൂപ്പർ സൂപ്പർ ഹീറോ. ഒറ്റ നോട്ടത്തിൽ ഏത് പെണ്ണിനെയും വീഴ്ത്തും. പക്ഷേ ഒന്നുണ്ട് കാര്യം, പുളിങ്കൊമ്പിലെ പിടിക്കൂ. വലിയ പഠിപ്പുള്ളവനാ. കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ആയിരങ്ങളും ലക്ഷങ്ങളും പുസ്തകത്തിൽ എഴുതി പഠിച്ചതല്ലാതെ നേരിൽ കണ്ടിട്ടുണ്ടോ? കൈ കൊണ്ട് കറൻസികൾ എണ്ണിയിട്ടുണ്ടോ?
പ്ലീസ്, നിസ്സാരനാണ് ഞാൻ. ഒരു യുദ്ധത്തിനൊന്നും ഞാനില്ല. ഈ ഒരു അവസ്ഥയിൽ എന്നെ വെറുതെ വിട്ടേക്കും. നമസ്കാരം. ഹലോ, സന്ധ്യ റൈസ് മിൽ. കേടാ, കേൾക്കണില്ല. ചെവിയല്ലേ? അറിയാം അറിയാം. പിന്നെന്തിനാ ഇതോടെ വെച്ചേക്കണത്? ഒട്ടന്മാർക്ക് കളിക്കാനാ. പൊട്ട നിന്റെ തന്ത. എവിടെ അവർത്തിയാലും അടിക്കാന്ന് നോക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ അമർത്തിൽ അടിക്കുമെന്ന്? അയ്യോ സാറുമാര് ചിരിക്കല്ലേ, ചിരിച്ചാ വായിന്നാ മുത്തുകൾ വീഴും. എടാ നിന്റെയൊക്കെ പെടലേക്ക് പിടിച്ച് ഞെക്കാനുണ്ടല്ലോ, വായിന്ന് കോഴികൾ പോവും. മനസ്സിലായോ? കാശിന് വകയില്ല, വലിയ കാമുകന്മാര്. കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞേരെ, എട്ടും പൊട്ടും തിരിയാത്ത പെങ്കച്ചോട് വേണ്ടാതിനം കാണിച്ചാലേ ഓനും മുട്ടും തല്ലി ഓടിക്കുമെന്ന്. എല്ലാത്തിന്റെയും വൈകാതെ ഞാനിത് തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. മുരളി! 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 മുരളി, കള്ളനെ കിട്ടി. മനു കൃഷ്ണൻ സാറും പ്രസിഡന്റും മുരളിയുടെ ഒരു ചെരുപ്പ് മോഷ്ടിച്ചോണ്ട് വന്നോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറയണമെന്ന് പലവട്ടം കരുതിയതാ. പക്ഷേ ഇക്കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞ ഒന്ന് കൊക്കയിലെറിയൊന്നും മനുകൃഷ്ണൻ സാറ് പറഞ്ഞു. ചാവാനുള്ള പേടി കൊണ്ടാ ഇതുവരെ ആരോടും പറയാതിരുന്നത്. ജോലി പോയാ പോട്ടടാ, ഇനി ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട്. കൈയും കാലും ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാന്നുള്ള ചങ്കൂറ്റുണ്ടപ്പ ഞങ്ങൾക്ക്. നീളവും വീതി വെച്ച് നോക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചെറുതാടാ ഡ്രൈവിംഗ് ലൈസൻസ്. 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ എന്റെ അച്ഛൻ അതുകൊണ്ടാടാ പോറ്റിയെ. സേതുബന്ധനം തീർത്തത് ശ്രീരാമനല്ല, ഹനുമാനാ. നീ ധൈര്യമായിരിക്കടാ, ഞങ്ങളുണ്ട് കൂടെ. ഒന്നും വേണ്ട, ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്താലും ആത്മഹത്യ ചെയ്ത് എന്റെ അമ്മയെ തിരികെ തരാൻ പറ്റില്ലല്ലോ. പേടിക്കണ്ട, ഇനി ഇതൊരു പ്രശ്നമാവില്ല. ഞാൻ സ്വയം സഹിച്ചോളാം. നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മയെ മാത്രമായിരുന്നു. എനിക്കുറപ്പുണ്ട് ആ അമ്മയുടെ ആത്മാവിനോട് പൊറുക്കും. എനിക്കത് മതി. അത് പോരാ, ഇവിടെ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിവിടെ തന്നെ തീർക്കണം. ഇനി ഇതൂടെ ബാക്കിയുണ്ട്. ഒരു ചെരുപ്പ് കൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ പെറ്റമ്മയാണടാ. ഇനി ഇതൂടെ വച്ചോടാ പുല്ലേ. ആനങ്ങോട്ട് കിടക്കണം. കൂടെ ഉള്ളത് ഫ്രണ്ടാ. ഇപ്പൊ വിടാട്ടാ, ഇപ്പൊ വിടാ. ചുമ്മാ ഉള്ളി
കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ സ്വന്തമാക്കാൻ നീ എന്റെ അമ്മയെ കൊന്നു. എനിക്ക് വേണ്ട പുല്ല് അവളെ. സംഭവങ്ങളൊക്കെ എങ്ങനെയായ സ്ഥിതിക്ക് ഇനിയിപ്പൊ നാട്ടുകാരറിയുന്നതിന് മുമ്പ് അവരെ കല്യാണം അവിടെ നടത്തുക. ചെകുത്താനും കടലിനും നടുക്കാ ഞാനിപ്പോ. പ്രേമല്ല, ഇനിയിപ്പൊ അതിലപ്പുറമായാലും അവളെ തന്നെ വേണമെന്നുള്ള പിടിവാശിയിലാ മണിക്കൂട്ടൻ ഇരിക്കുന്നത്. ഇത്രയും വിശാല മനസ്കനായ ഒരു മരുമകനെ തനിക്ക് എവിടുന്ന് കിട്ടാനാണോ? ആ പിള്ളേര് വല്ല പുലിവാരും ഒപ്പിക്കുമെന്നാ എനിക്കിപ്പോ പേടി. അതിനും വഴിയുണ്ട്. നമുക്ക് വക്കീലിനെ ചെന്ന് കാണാം. അതുകൊണ്ട് എന്താ കാര്യം? കാര്യണ്ട്. ആ പിള്ളേരും വക്കീലും തമ്മിൽ ഇപ്പോ വലിയ അടുപ്പത്തിലാണ്. ആ അടുപ്പത്തിന്റെ വിടവിലൂടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങോട്ട് നടത്താം. താൻ ശകുനിയാണ്, ശുനകനാണ്, തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോ താൻ മാത്രമേ ആശ്രയമുള്ളൂ. എടോ, മാങ്ങിയുള്ള കൊമ്പത്തെ കല്ലെറിയാൻ ആളുണ്ടാവുള്ളൂ. വിശ്വസിച്ചവരെ ഞാൻ എന്നും സ്നേഹിച്ചിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും. ചിലർ കൊതിക്കുന്നു, മറ്റ് ചിലർക്ക് വിധിക്കുന്നു. കാലത്തിന്റെ ഓരോ തമാശകളെ. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം? പഠിക്കാൻ മിടുക്കിയായ സ്ഥിതിക്ക് ആത്മാർത്ഥമായി ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യയെ സുന്ദരിയായ ഒരു ഡോക്ടറാക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ട വക്കീലേ, പഠിച്ചത് കൊണ്ട് അവള് ചീത്തയായത്. മാത്രവുമല്ല, എത്രയും വേഗം മനുക്കുട്ടറുടെ കല്യാണം അങ്ങ് നടത്തിക്കണം. അതെന്റെ ഒരു വാശിയ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു എടുത്തിയാട്ടം വേണോ? വേണം. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ മാന്യമായിട്ട് ഇതങ്ങോട്ട് നടത്താൻ എത്ര കാശ് ചെലവാക്കാനും ഞാൻ ഇയാള് തയ്യാറാണ്. അല്ലടോ? അതേടോ. ഓക്കെ, സന്ധ്യയും മനു കൃഷ്ണയുമായുള്ള കല്യാണത്തിന് തീയതി നിശ്ചയിച്ചോളൂ. പ്രമാദമായ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവിന്റെ ലാഘവത്തോടെ ഞാൻ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാം. പക്ഷേ ഞാൻ വില പറയും. ചിലതൊക്കെ പരിഹരിക്കാനും ഒതുക്കി തീർക്കാനും 50,000 rupees എനിക്ക് ക്യാഷായിട്ട് തരണം. 50,000 രൂപ 25,000 അഡ്വാൻസ്. ബാക്കി 25,000 രൂപ സന്ധ്യ എന്ന് വിവാഹത്തിന് സമ്മതം മൂളുന്നുവോ അപ്പൊ തന്നാ മതി. അവള് സമ്മതിക്കോ വക്കീലേ? സമ്മതിപ്പിക്കും. അതാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ MA LLB. ഒരഭിഭാഷകന്റെ തലച്ചോറ് അവില് തൂക്കുന്ന തൂക്കുകെട്ടി കൊണ്ട് അളക്കരുത്. മനസ്സിലായോ? സന്ധ്യയെ ഒന്ന് പേഴ്സണലായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി. ബാക്കി ഞാൻ പറഞ്ഞല്ലേ മുരളി, കിട്ടിയടാ. അയ്യോ, എനിക്ക് കിട്ടിയടാ. കിട്ടിയടാ. എന്താണ് നിന്റെ വക്ക് പൊട്ടിപ്പോയോ? വക്ക് പൊട്ടിയതല്ല, കിട്ടിയടാ എനിക്ക്. എന്താ ഇത്? ഇവനെ പേപ്പട്ടി കടിച്ചെന്നാ തോന്നുന്നു. എന്താണ് കിട്ടിയത്? അല്ലാണോ കിട്ടിയത്? എനിക്ക് PSCയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയടാ. സത്യം സത്യം. നോക്കെ നോക്കെ ഉണ്ടടാ. എന്റെ പെങ്ങന്മാരിലേക്ക് ഒരു ഭാഗ്യമല്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കരയാ വേണ്ടത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി മുരളിയുടെ പൗൾട്രി ഫോമിന് നമുക്ക് തറക്കല്ലിടണം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതാ 25,000 രൂപയുണ്ട്. മടിക്കണ്ട, കടമായിട്ട് കരുതിയാൽ മതി. മകൻ ഒരു താന്തോന്നിയായിരുന്നെങ്കിലും മകന്റെ ഏത് കാര്യങ്ങളിലും നന്മയുണ്ടാവാൻ ആ അമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിലും ആ അമ്മയുടെ ആത്മാവ് തന്നെ അനുമോദിക്കും. ഇത് വാങ്ങൂ. എന്റെ വാക്ക് പാലിക്കുന്നു. അവള് സമ്മതിച്ചു. ദേ ബാക്കി 25,000 രൂപ. ഇതെങ്ങനെ സാധിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സാധിപ്പിച്ചു, പക്ഷേ അല്പം ക്രൂരമായി പോയി. അമ്മയുടെ മരണശേഷം ആ ഷോക്കിൽ മുരളി ഒരു മെന്റൽ പേഷ്യന്റ് ആയെന്നും ഇപ്പോൾ മെന്റൽ ട്രീറ്റ്മെന്റിലാണെന്നും ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഒരു മാനസിക രോഗിയാണെന്ന്. അത് മാത്രമല്ല, അവളെ ബലമായി വിശ്വസിപ്പിക്കാൻ മറ്റൊന്നു കൂടി ചെയ്തു. ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട്
അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനസ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി സമ്പാദിച്ചു. അതെ, ദാ. എത്ര ഇഷ്ടത്തിലായാലും കെട്ടാൻ പോകുന്നവൻ ഒരു മാനസിക രോഗിയാണെന്നറിഞ്ഞാൽ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് പതറും. അതാണ് ലേഡീസ് സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രം. സമ്മതിച്ചു വക്കീലെ. പിന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അത് ഞങ്ങൾ സംഘടിപ്പിക്കാം. റിക്വസ്റ്റ്, അപേക്ഷ. അല്ല പിന്നെ ഈ വിവരം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയരുത്. ആ അല്പം കടന്ന കൈയായി പോയി. വക്കീലേ, അത് ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ആരോടും പറയില്ല. ആ. പിന്നെ അവൾക്ക് മുരളിയോടുള്ള താല്പര്യം ഇപ്പോ മുരളിക്ക് സന്ധ്യയോടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുരളിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. മാത്രമല്ല, കല്യാണ പന്തലിൽ അതിഥികളെ സ്വീകരിക്കാൻ മുരളിയും സംഘവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അല്ല, അത് പേടിക്കണ്ട, അവരവിടെ ഉണ്ടാവണം. അതൊക്കെ വക്കീലിന്റെ മിടുക്ക്. പിന്നെ ഈ സന്തോഷ തുക കൊടുക്കുമ്പോ ഇല്ലേ, ഒരു രൂപയുടെ കൂട്ടി കൊടുക്കണമെന്നാ കാരണവന്മാര് പറയാറുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് വെച്ചോളൂ. അപ്പൊ ഈ ഒന്നും ഉൾപ്പെടെ മൊത്തം 50,001 അഡ്വാൻസ് കൂടെ കൂട്ടി. കൂട്ടി കൂട്ടി. എന്താ കാക്കാലഞ്ചത്ത കുരങ്ങന്മാരെ പോലെ മൂന്നും എന്താടാ? സന്ധ്യയും മനോകൃഷ്ണയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. ഈ മാസം 17-ാം തീയതി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ. കാര്യം വന്നപ്പോ അവളും കാലും അറിയും. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളൂല. പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവവും പെണ്ണും ഒരുപോലെയാ. അവരൊന്നിലുമില്ല, അവരില്ലാതെ ഒന്നുമില്ല. എത്രയില്ലാ തന്തയുടെ മോളല്ലേ, ആ സ്വഭാവം കാണിക്കണ്ടിരിക്കും. സാരമില്ലടോ, പെറ്റ അമ്മയോട് പോലും ആത്മാർത്ഥ ഇല്ലാത്ത കാലമാ. പിന്നെയല്ലേ പ്രേമിച്ചവനോട്? ഒക്കെ കാപട്യങ്ങളാ. മാടപ്രാവനെ പിടിച്ച് കൈ കൊടുത്താ ചോദിക്കും, അയ്യോ ഇതെന്തൊരു പക്ഷി, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ജീവിയെന്ന്. ഇനിയിപ്പോ ഹൃദയം പറിച്ചു കൊടുത്താലോ, ഇതെന്താണ് ഹലുവ പോലുണ്ടല്ലോ എന്ന് പറയും. അതാ കാലം. നീ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ എന്ത് സാഹസത്തിന് ഞങ്ങൾ തയ്യാറാ. ഇല്ല, സന്ധ്യ വരില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും മധ്യയാണ് മുഹൂർത്തം. മുരളി, കരിങ്കൽ കോട്ടകൾ തകർത്ത് ഇരുമ്പ് ചങ്ങല ഭേദിച്ചു കൊണ്ടുവരേണ്ടതല്ലോ പെണ്ണിന്റെ മനസ്സ്, ആണോ? കൊച്ചുനാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയൽ കിടന്നുറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ കുറുക്ക് വഴിയിലൂടെ എത്തിയ ഒരു പുള്ളിപ്പുലി. വിധികർത്താക്കൾ അംഗീകരിക്കുന്നവനാണല്ലോ വിജയി. അവൻ തന്നെ ജയിച്ചോട്ടെ, അല്ലേ? ഒരു പെണ്ണിനെ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം. നമ്മളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലാകണം. ആ, ഇതാ ബാക്കി 25,000 രൂപയുണ്ട്, വാങ്ങിക്കേ. 17-ാം തീയതി സന്ധ്യയുടെ വിവാഹം. അതേ ദിവസം തന്നെ മറ്റൊരു മുഹൂർത്തത്തിൽ മുരളിയുടെ പൗൾട്രി ഫോമിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പകയും പരാതിയും ഒന്നുമില്ലാതെ കല്യാണത്തിന് മുരളിയും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. കണ്ടോ ആ വയൽവരമ്പ്? സ്വയം മറന്ന് ആ വരമ്പിലൂടെ കൈയും വീശി നടന്നാൽ മറക്കാൻ പറ്റുന്നതേ ഉള്ളടോ ഈ ഗ്രാമത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ. കമോൺ.